നമ്മുടെ മക്കൾക്കൊക്കെ പഴം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ, ഏത്തപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ചെറിയൊരു സ്നാക്സ് തയ്യാറാക്കാം. പിന്നെ പഴംപൊരി കഴിക്കാൻ മടിയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആട്ടോ ഇത്. ഇതിനായിട്ട് നല്ലപോലെ പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത പഴം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട, കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി, അതിന് ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച്. ഈ പഴം നമ്മൾ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് വെക്കാം. നമ്മുടെ സാധാ അരിപ്പൊടിയില്ല, അതാണ്, പുട്ടുപൊടിയല്ല, നൈസ് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം. ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. വാട്ടർ ഒത്തിരി ജ്യൂസ് ആവില്ല, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വാട്ടർ വേണ്ടത്. ഇത് കണ്ടോ, സ്പൂണിൽ നമുക്ക് ഇതുപോലെ വീഴുന്ന പരുവത്തില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, നിങ്ങളുടെ കൈവശം ചേർക്കൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴല്ലേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാ ഉണ്ണിയപ്പം ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പഴം കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാ പഴംപൊരി കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ നമ്മളത് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു വശം റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വശവും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പച്ചട്ടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്പൂണിൽ കോരി ഒഴിച്ചും ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.